ഹെയർ ഡൈസ് പൊതുവെ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഡൈസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. 90A പറഞ്ഞ ബസ്സിലാണ് നമുക്ക് അവിടേക്ക് പോകേണ്ടത്. അതെ, ഇപ്പോഴും അറിയാത്തവരുണ്ട് കുറെ. എവിടെ നിന്ന് എങ്ങനെ പോവാ അങ്ങനെ പോവാം. ഞങ്ങളെ GFC കിറ്റ് കിട്ടിയിട്ടുണ്ട്. GFC കിറ്റ് എന്തുള്ളൊക്കെ ഇത് 4 ട്യൂബ് ഉണ്ട്. 4 വലിയ ട്യൂബ്. തലയെ കുത്താനുള്ള സിറിഞ്ചാണിത്. ഇല്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ചെയ്യാത്ത മുടിയാണെങ്കിലും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് PRP, GFC, മിനോക്സിലൊക്കെയാണ്. അത് പുതിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല. എക്സിസ്റ്റിംഗ് ഉള്ള ഹെയറിനെ കുറച്ച് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി മാത്രം. ഇല്ലാത്തപ്പോഴാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ പൂതില്ല മുടി സ്പൈക്കൊക്കെ വരാനേ ഉണ്ടാവുമ്പോൾ നമ്മളത് പൂതി തീർക്കും. ആ പാച്ച് ഇപ്പൊ ഫുള്ള് പോയില്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫാൻ. അപ്പോ ഇന്ന് വീണ്ടും നമ്മള് HNS പോകുന്ന ഒരു വ്ലോഗാണ്. അപ്പോ കുറെ കാലമായി നമ്മള് ബസ്സിൽ വന്നിട്ട് അല്ലേ. അങ്ങനെ വന്നപ്പോ നമ്മളെ ഉക്കടം നവീകരിച്ചിരിക്കണോ മാറ്റിട്ടോ. ടെർമിനൽ 1 എന്നൊക്കെ എഴുതാണ്ട് ഈ ബ്രിഡ്ജിന് ചോട്ടിലാക്കി. അവിടെ ഇനി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പതാ ഇങ്ങോട്ട് മാറ്റി. നമുക്ക് ഉള്ളിൽ പോയാക്കിയത് കോയമ്പത്തൂർ കോർപ്പറേഷൻ. അത്യാവശ്യം നല്ല സ്പേസ് അല്ലേ. ഇത് മറ്റേ ഇതേ അതാ 90A. എവിടെ അതാ ഓറഞ്ച് നമ്മളെ ബസ് അവിടെ വന്നത്. അല്ലെങ്കിൽ കുറെ നേരം കാത്തിക്കലുണ്ട്. ഇപ്പൊ ബസ് കറക്റ്റ് എത്തി. കറക്റ്റ് സമയത്ത് 90A അവിടെ സീറ്റ് ഉണ്ടോ? മുന്നേ തന്നെ ഉണ്ട്. 90A പറഞ്ഞ ബസ്സിലാണ് നമുക്ക് അവിടേക്ക് പോകേണ്ടത്. അതെ, ഇപ്പോഴും അറിയാത്തവരുണ്ട് കുറെ. എവിടെ നിന്ന് എങ്ങനെ പോവാ അങ്ങനെ പോവാം. ഇത് ലോ ഫ്ലോർ അവിടെ പുതിയ ബസ്സാണ് ഇവിടുത്തെ. സ്ഥലമല്ലോ ഫുള്ളായി. ചേട്ടാ തൊട്ടിപ്പാളയം വരും. തൊട്ടിപ്പാളയം പോകുമ്പോൾ തൊട്ടിപ്പാളം വീരൊക്കെ പോകും. തിരക്കാളാ. എന്നാൽ ഞാൻ അവിടെ തിരികെ കാണട്ടോ. നല്ല തിരക്കുള്ള ബസ്. ഇന്ന് പോവാം. ഓ അങ്ങനെ ഞങ്ങളിതാ HNS എത്തിട്ടോ. ബസ് കയറി തിരിച്ച് ഉറങ്ങി കുത്തുന്നു പോകാം. ഇറങ്ങിപ്പോയി, അതുകൊണ്ട് സ്ഥലം മാറി ഇറങ്ങി. ഇട്ടം വന്നു. നമ്മുടെ മുന്നിൽ HNS. നമ്മുടെ സെക്യൂരിറ്റി പോയി. കാക്കട കാത്തിട്ടില്ല. ഇത് വരുന്ന വിളിച്ചറിയോ ആദ്യം? വിളിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് പോയാൽ എപ്പടി ഇருக்கு? നല്ല ഇരിക്കാ. ബന്ധങ്ങളാണ്. ഹായ് കയറാം ചേച്ചി. ഇങ്ങനെ നമ്മളെ GFC കിറ്റ് ഇറങ്ങാണ്. ഇത് GFC കിറ്റ് അല്ലേ? ഇത് എത്ര മാസം ചെയ്തിട്ട്? 3 മാസത്തിന് 3 മാസമായി. കഴിഞ്ഞൂർ GFC അടിച്ചിട്ട് എനിക്ക് എന്താ പറഞ്ഞേ? പഞ്ചേ പനിച്ച് സൈഡായി. കഴിഞ്ഞൂർ ഞങ്ങളെ GFC കിറ്റ് കിട്ടിയിട്ടുണ്ട്. GFC കിറ്റ് പൊട്ടിച്ച എന്തുള്ളൊക്കെ പഴയമാര് കുറച്ച് നോക്കാം. പേരെഴുതിട്ടൊരു ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ പേരെഴുതിന്. പിന്നെ ഇതെന്ത് സാധനം? കൊട്ടക്കണക്കിന് സിറിഞ്ച്. ഓ അത് സിറിഞ്ച്. അതെന്താ 4 ട്യൂബ് ഉണ്ട്. 4 വലിയ ട്യൂബ്. തലയെ കുത്താനുള്ള സിറിഞ്ചാണിത്. സിറിഞ്ചിന്റെ കൊട്ടൊക്കെ തലയ്ക്ക് എത്ര സിറിഞ്ച് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 സിറിഞ്ചും 4 ടെസ്റ്റ് ട്യൂബ്. നിങ്ങൾ അധികം കാര്യം ചോര ഇറക്കല്ലേ? ആ മെഷീനിട്ട് കുൽക്കാള് മെഷീനിട്ട് ഇറക്കൂലേ? അത് ഈ ട്യൂബ് ചോര എടുക്കാള്. നമ്മുടെ ബ്ലഡ് ഇപ്പം എടുക്കാള്. ആക്കിയിട്ട് ആ മെഷീനിട്ട് കറക്കിയിട്ടാണ് നോക്കി നോക്കാം. എത്ര ML ഉണ്ടോക്കിയാല്? ML ചെയ്യണം. 5 ML 5 MLന്റെ കാണുന്നല്ലോ. 5 MLന്റെ 4 ബോട്ടിലല്ലേ? അപ്പോൾ എത്ര? 5 10 15 20 ML ബ്ലഡ് എടുക്കുന്നുണ്ട്. അപ്പം 20 ML എടുക്കും. അതിൻ്റെ അടിയിലാണ് GFCൻ്റെ കാണുന്നത്. ഇതാണ് GFCൻ്റെ ഇത്. PRPയിൽ ഇതുണ്ടാവില്ല. 4 കുത്തിയപ്പോൾ സാധനം കിട്ടും. ചോരൻ്റെ കളറിന് മാറ്റുന്നു കേട്ടോ. എനിക്ക് വെള്ളം മാറ്റി ചോര കട്ടിയൊന്നുമില്ല. ഞങ്ങൾ ആ 20 ML മൊത്തം 4 സിറിഞ്ചിക്കാക്കിട്ടോ. അത് മെഷീനിലിട്ട് കുലിക്കാണ്ട് തരും. അപ്പം എന്താവും? ബ്ലഡിൽ നിന്ന് പ്ലാസ്മ വയറാവില്ല. ഇട്ടാൽ GFC കൊടുത്തുകൊണ്ട് സ്വയം ചാരിച്ചറിയും. അവളെ ചെന്ന സിസ്റ്റർ വെച്ചു സാപ്പിട്ട് വെച്ചു. നമ്മൾ ആദ്യം പറയും അപ്പം തിന്നു. പക്ഷെ ഭയങ്കര വിശപ്പില്ല. രാവിലത്തെ അപ്പം കഴിക്കില്ല. ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 വർഷം 4 മാസം അന്ന് നമ്മൾ കണ്ടിന്. അന്ന് മൂപ്പർക്ക് ചെറിയ ഡിഫക്റ്റും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബാക്കിൽ ചെറിയൊരു പ്രശ്നം. അപ്പോൾ 1 വർഷം 4 മാസമായി റിസൾട്ടാണുള്ളത്. എങ്ങനെയുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്? കുഴപ്പമില്ലല്ലോ. സെറ്റല്ലേ?
ബാക്ക് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ ബാക്ക് പോയ ഏരിയ ഇവിടെ എങ്ങനെയുണ്ട് അല്ലേ? ഈ ഒരു ഫില്ലായി മുടി കട്ട് ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല thick അല്ല ഇവിടെ നല്ലൊരു പാച്ച് ഉണ്ടായില്ലല്ലേ അല്ലേ? ആ സമയത്ത് പാച്ച് ആദ്യത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ആ പാച്ച് ഇപ്പൊ ഫുള്ള് പോയില്ലേ? അത് പാച്ച് എത്ര ദിവസം കൊണ്ട് പോയത് അങ്ങനെ? അത് ഒരു രണ്ട് മാസം എടുത്ത് ഏകദേശം കവർ ആയിട്ട് വരെ 2-3 മാസം അന്ന് പേടിച്ചല്ലേ? GFC ചെയ്തടാ അവിടെ ഒരു GFC അതാ എന്തോ ഒരു ഇതാണ് അന്നെന്തോ ഡോക്ടർ എന്തോ പറഞ്ഞു. നല്ല റിസൾട്ട്, അടിപൊളി, കുഴപ്പമില്ല, നല്ല റിസൾട്ട്. വേറെ മുടി കഴിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പ്രോപ്പറായിട്ട് GFC എടുക്കുന്നത് എടുത്തിട്ടില്ല, ഇനി എടുക്കണം. ഇപ്പൊ ഒരു വർഷമായിട്ട് എടുക്കുന്നില്ല. ഫസ്റ്റത്തെ 6 3 കഴിഞ്ഞ് എന്നിട്ടേ ഉള്ളൂ. അന്നത്തെ 3 ഫ്രീ ഉള്ള പിന്നെ എടുത്തിട്ടില്ല. മുടി നന്ന തിക്കായിട്ടുണ്ട്. ഇപ്പം വിഷുവിന് കട്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ വേറെ ഫോട്ടോയും കാണിച്ചത് നല്ല ബാക്കൊക്കെ വെച്ച് അടിപൊളിയൊക്കെ വെച്ച് ഫോട്ടോസും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങളുടെ പേരെന്താ? ജ്യോതിഷ്. നിങ്ങളുടെ കണ്ടാണല്ലേ? ഇപ്പൊ റിസൾട്ട് വന്നിട്ട് വന്നാ ഇത് കുറെ കൊച്ചിൽ തുടങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷത്തോളമായി കൊച്ചില്ലേ? ഒറ്റ പോയിട്ടില്ല അല്ലേ? എത്ര ലാസ്റ്റ് 3000 1500. ഇവിടെ മാത്രമാണ് വെക്കണേ. ഫ്രണ്ട് ഏരിയ മാത്രം. ഈ ഒരു ഏരിയ മാത്രം. പിന്നെ ബാക്കുന്നുണ്ടല്ലോ എടുക്കാൻ നല്ല തിക്കായിട്ട് ബാക്കി നോക്കിയിട്ട് 3500. അപ്പൊ എടുക്കാൻ കിട്ടുന്ന അത്ര എടുക്കാന്നല്ലേ? പിന്നെ അതേപോലെ എന്റെ ക്രൗണ് കുറച്ച് ഇതാക്കണല്ലോ അല്ലേ? ആദ്യം ഇത്ര കുറവില്ലല്ലോ. എല്ലാം അത്യാവശ്യം ഇതേപോലെ അത് വളർന്നോണ്ട് തോന്നുമായിരിക്കും പറ്റാത്ത പോലെ. ഇവിടെ ആദ്യം കുറവേ ഇവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇങ്ങോട്ടേക്ക് വെച്ചിട്ടില്ല. പിന്നെ വെക്കാൻ മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ കുറച്ച് ഞാനും അതേപോലെ മുടി ഒന്ന് നീട്ടി വെക്കാണ്. അത്ര നീട്ടിയില്ല. ഇപ്പൊ ഒരു പൂതി ബാക്ക് ഒന്ന് വെക്കാൻ ഇല്ലാത്തപ്പോഴാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പൂതിയില്ല മുടി സ്പൈക്കൊക്കെ വരാനേ. അപ്പൊ ഉണ്ടാവുമ്പോ നമ്മളത് പൂതി തീർക്കും. അതാണ് അവസ്ഥ. പൂതി ഇങ്ങനെ ഉണ്ടാവണേ. മുന്നേ വരെ സ്ഥലത്ത് കാണിച്ചിട്ടുണ്ടോ ഡോക്ടർ? പിന്നെ കണ്ണൂര് പോയി അവിടെ. പിന്നെ കണ്ണൂരിൽ നിന്ന് അങ്ങനെ ഒരു നല്ല റിസൾട്ട് അവർ ചെയ്താക്കേണ്ട പ്രശ്നം ചെയ്താക്ക ഒരു റിസൾട്ട് ഒന്നും ഇല്ല. ഗ്യാപ്പെല്ലാം ഉണ്ട്, തിക്കില്ല. പിന്നെ ഒന്നാമത് ഒരു നീടുന്നില്ല മുടി, ഗ്യാപ്പ്. പിന്നെ ഒരു ഡോട്ട് പോലെ അങ്ങനെ ഒരു ഹെയർ ലൈനൊരു ഇതില്ല, ഇല്ല. അപ്പോൾ അതാ ഇവിടെ നിന്നാകുമ്പോൾ നല്ല അടിപൊളി സംഭവം. കുറച്ച് ദൂരം നമുക്ക് നാട്ടിൽ കുറച്ച് ദൂരം ഒറ്റ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിൽ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി, നല്ല കെയറിങ് കാര്യങ്ങളും. പൈസ കൊണ്ടാണേലും നമുക്ക് ലാഭം തന്നെയാണ്. ഇപ്പൊ വേറെ മെത്തേഡിൽ ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ചെയ്ത മെത്തേഡിൽ നീഡിലാണ്. ഞാൻ ചെയ്തു എന്റെ ക്രൗണേര് ചെയ്തത് ഇതാണ്, സഫയർ മെത്തേഡിലാണ് ചെയ്തത്. എയർലൈൻ കുറച്ചും കൂടി ഭംഗിയാണ്. എന്നാൽ നമ്മുടെ അറിയുന്നില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെ നമുക്ക് സാധാരണ നീട്ടിൽ ചെയ്തത് നമ്മളൊന്നും വല്ലാണ്ട് അറിയുന്നില്ല. പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അറിയുന്നത്, അറിയുന്നത്. അതല്ല ഞാൻ അവൻ്റെ മുടി കാണിച്ചു തരാം. ഇതാണ് അവൻ്റെ മുടി വെച്ചത്. അന്നത്തെ ഇത് കാണിച്ചു തരാം. അത് കണ്ടിട്ട് കേട്ടോ. അന്ന് ഫസ്റ്റ് GFC എടുക്കാൻ ഫുള്ള് കൊഴിഞ്ഞിട്ടാണ് അല്ലേ? വെച്ചേരി അടിപൊളിയില്ല, വെച്ചേരി സൂപ്പറാണ്. പക്ഷെ ആദ്യം എരി വെക്കണം. അത് അവർ പറഞ്ഞു ക്രൗണ് പിന്നെ വെച്ചാൽ വർഷം വെച്ചാൽ മതി. ഇപ്പം കുഴപ്പമില്ല തോന്നി, അതുകൊണ്ട് പിന്നെ വെക്കാതെ. ഇനിയിപ്പോൾ എന്തായാലും 1 വർഷം കൂടി കഴിഞ്ഞിട്ട് ചെയ്യും. പിന്നെ അത്യാവശ്യം ബ്രേക്കിലുണ്ടല്ലോ. ഇപ്പൊ എത്ര മാസം ചെയ്തിട്ട്? ഇപ്പോൾ കറക്റ്റ് കഴിഞ്ഞ ഡിസംബർ ചെയ്താ, ഡിസംബർ 17 ചെയ്തേ. അപ്പോൾ ഏപ്രിലായില്ല, 1 വർഷവും 4 മാസമായി. അടിപൊളിയാണ്. എനിക്കൊരു 8 മാസം ആകുമ്പോഴത്തേക്കിനെ അത്യാവശ്യം നല്ല മൊത്തം ഫില്ലായിട്ട് വന്നിനി സംഭവം, അടിപൊളിയായി. പിന്നെ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും ഇവിടുത്തെ ക്ലിനിക്കിനെ പറ്റിയാണ് ചോദിക്കുന്നത്, എവിടെയാണ് നമ്മളും പോകണം. എന്റെ കണ്ടിട്ട് ഏകദേശം ഒരു 4 ആൾ വന്നിട്ട് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പം 4ാമത്തെ ആളിൽ 2 ആളെ എനിക്ക് 3 ആളെ പരിചയമില്ല. അവരെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ നിങ്ങളെ ചെയ്തില്ലേ അതേപോലെ അങ്ങനെ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാം അടിപൊളി. ബാക്കിയുള്ള ഭയങ്കര റേറ്റ് അല്ലേ, റേറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന പ്രൈസില് കോയമ്പത്തൂർ വേറെയും ഇതേപോലെ ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ വേറെ പേര് മറിച്ചിട്ട് ഈ ലെറ്റേഴ്സ് മാറ്റിയിട്ടൊക്കെ പേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരാളുടെ ഹെയർലൈൻ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെന്നാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതല്ല, ഉക്കടത്ത് തന്നെ ഇതേപോലെ വേറെ ക്ലിനിക്കുകളുണ്ട്. 10 രൂപ 12 രൂപയ്ക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല. അത് ഞാൻ കണ്ടപ്പോഴേ ചോദിച്ചത് എവിടെന്നാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ റിസൾട്ടുള്ള അല്ല ഇത്രയും പേയ്മെന്റ് കുറവുള്ള ചെയ്യുന്ന ക്ലിനിക്കുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല അങ്ങനെ ചെയ്യുന്ന ക്ലിനിക്കുകൾ. അപ്പോൾ അതൊക്കെ ശരിക്കും അതൊക്കെ സൂക്ഷിക്കേണ്ടത്. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട്
ഈ സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഒന്നാമത് ഇവരെല്ലാം ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റിലെല്ലാം ചെക്ക് ചെയ്യുന്നില്ല. ഈ ചെക്ക് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ ഈ ഓരോ പ്രശ്നം. ബ്ലഡ് ടെസ്റ്റ് ഇപ്പൊ ഏകദേശം എല്ലാവരുടെയും ചെക്ക് ചെയ്യും. അത് തന്നെയാണ് പല ക്ലിനിക്കൊന്നും ചെയ്ത് റിസൾട്ട് ഇല്ലാത്ത എന്താ വെച്ചാൽ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യുന്നില്ല, നോക്കണമെന്നുണ്ടാവില്ല. എന്ത് ചെയ്യാ, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ പല്ലിന്റെ ഓപ്പറേഷനൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതാണ് ഡെന്റൽസ് ഒരുപാട് പേര് ചെയ്യുന്നത്. തലക്ക് ചെയ്യുന്ന സംഭവമല്ലേ, അപ്പോൾ ഇത് നമ്മൾ നല്ല ക്ലിനിക്ക് നോക്കി ചൂസ് ചെയ്യാം അല്ലേ, അങ്ങനെ പറയാം. ഇപ്പോൾ ഞാൻ പണ്ട് ഇത് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കുറേ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടർ ഉണ്ട് ആലുവയിൽ. പുള്ളി പറഞ്ഞു പുള്ളിൻ്റെ ഫ്രണ്ട്സ് ഇത് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവർക്ക് പഠിക്കാനൊരു എന്നിട്ട് ഞാൻ കുറെ നടന്ന്, അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ചെയ്യുന്നില്ല, അവരിപ്പം സ്ഥലം മാറിപ്പോയി വേറെ എന്തോ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കൺസൾട്ട് ചെയ്ത് കുറേ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ട് അതിന് ഉറപ്പ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് റിസൾട്ട് ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം എൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ റിസൾട്ട് അത്യാവശ്യം നല്ല ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എൻ്റെ റിസൾട്ട് എൻ്റെ കൂട്ടുകാരൻ കണ്ടിട്ടാണ് ഇപ്പോൾ കൊച്ചിയിലൊരു പുള്ളി ചെയ്തിട്ട് വൻ പ്രശ്നമായില്ലേ, മരണം വരെ കണ്ട്. അത് എൻ്റെ കൂട്ടുകാരനാണ്. പുള്ളി അത് കൊച്ചിയിൽ നിന്നാണ് ചെയ്തത്. ഞാൻ പുള്ളിയോട് പറഞ്ഞാണ് ഇവിടെ വന്ന് ചെയ്യുന്ന പറഞ്ഞാണ്. പുള്ളി ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് പിന്നെ വേറെ ഒരു ദിവസം നിൽക്കണം, പിന്നെ ഇവിടെ GFCക്ക് ഇങ്ങോട്ട് വരണം. അപ്പോൾ അതൊക്കെ പുള്ളിക്ക് ഇതായിട്ട് പുള്ളി അവിടെ പോയിട്ട് ചെയ്തത്. പക്ഷെ അതൊരു പണിയായില്ലേ, ഭയങ്കര പ്രശ്നമില്ലേ. പക്ഷെ അത് കണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പഠിക്കും. പക്ഷേ അത് നല്ല ക്ലിനിക്ക് നോക്കി ചൂസ് ചെയ്യാം. അതേ വേറെ തല വെച്ചെടുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ, പിന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞത് ഫയൽഡ് ആയിട്ട് പോകും. രണ്ടാമത് ചെയ്യാൻ ഗ്രാഫ്റ്റ് കിട്ടുന്നില്ല, പിന്നെ നമ്മൾ പോയത് പോയില്ലേ, അതാണ് വലിയ പ്രശ്നം. നല്ല ഗ്രാഫ്റ്റ് നോക്കിയില്ല എടുക്കുകയും ചെയ്യാം. അത്രക്കാരെയാണ് അപ്പം അങ്ങനെയാണ്, അടിപൊളിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല GFC തന്നെ. ഞാൻ ആകെ 3 എടുത്ത്, ഇനിയിപ്പോൾ ഇവനും വരുന്നോണ്ട് ഇനിയിപ്പോൾ നാളെ അവൻ്റെ കൂടെ അടുത്ത 2 മാസം ഞാൻ നാട്ടിൽ തന്നെയാണോ? നമ്മളെ അടുത്തെടുത്ത നാട്ടിൽ ജോലി കണ്ണൂരാണ്, കണ്ണൂർ ഇരുട്ടിന്ന് പറയും. അപ്പോൾ ഇപ്പോൾ സഫാൻ അന്ന് എടുത്ത വീഡിയോ ഉണ്ട് മുടിയിൽ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ അയച്ചാണ്, നീ അല്ലേ എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ. അപ്പോൾ ഇവൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് വന്നു. സാറ്റിസ്ഫൈഡ് ആണ്. ഇതന്നെ ഈ എത്തിപ്പെട്ടൊരു പ്രശ്നമില്ല, അത് അല്ല ഡോക്ടർ നമ്മൾ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ ക്ലിനിക്കിനെ പറ്റി അന്വേഷിക്കുക, റിസൾട്ട് ഉണ്ടോ നോക്കുക, മെയിനായിട്ട് അതാ വേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രമോഷനാണ് നാട്ടിൽ. ഭയങ്കര നമ്മളിപ്പോൾ ഇൻസ്റ്റൊക്കെ തപ്പി എത്രമാനം വീഡിയോസ് കണ്ടു. അവൻ്റെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ GFC വിളിച്ചിട്ടോ. നേരെ GFC ചെയ്തിട്ട് വിടല്ലേ. സംഭവം എത്ര ആയാലും പേടിയാട്ടത്. ആ തരിപ്പിച്ചിൻ്റെ അടി കൂടെ ഇങ്ങനെ വെക്കുമ്പോൾ അറിയണില്ല എന്നല്ല, പെട്ടെന്ന് മനസ്സിലാവണില്ല അവിടെ കുത്തുന്നത്. എന്നാലും ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഒരാളെ കണ്ടിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഒരു ഏകദേശം 1.5 വർഷം മുമ്പ്, 1 വർഷം മുമ്പൊക്കെ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വ്യക്തിയാണ്. അന്ന് നമ്മൾ വന്ന സമയത്ത് കണ്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെ ബാക്ക് പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി. കണ്ടിട്ടുണ്ട്. അത് അവനോട് ചോദിച്ചപ്പോ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോ റെഡി ആയി എന്നാ പറഞ്ഞത്. അപ്പൊ ശരിക്കും എന്താണ് ഇത്? അത് ഷോക്ക് ഗ്ലാസ് എന്ന് പറയും. ഒരു ടെമ്പററി ആയിട്ട് അവിടെ ഹെയർ ലോസ് ആയിട്ട് വരുന്നതാണ്. അത് തന്ന ഭാഗത്ത് വീണ്ടും തിരിച്ചു വളർന്നു വരും. അത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നോർമൽ ഹെയർ ഗ്രോത്ത് ആയിട്ട് തന്നെ പിന്നെ വരും. അതിന് വേറെ ട്രീറ്റ്മെന്റ്സ് ചെയ്യണം, അങ്ങനെ ഇഞ്ചക്ഷൻസ് എടുക്കണം, അങ്ങനത്തെ ആവശ്യം പോലും ഇല്ല. തന്നങ്ങ് രീതിക്കും ആകും. എല്ലാവർക്കും ഇല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു 100-ൽ 1-2 ആൾക്കാർക്ക് വരും. അത് വീണ്ടും പഴയതോടെ നോർമലായി വരും. ഹെയർ ലോസ് ആണ്. അതിന് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമോ ഇല്ല. ഹെയർ ലോസ് പോലും അല്ല, ടെമ്പററി ഹെയർ ഫോളേ ഉള്ളൂ. അത് വീണ്ടും ആ ഭാഗത്ത് തിരിച്ചു വളർന്നു. ഹെയർ ലോസ് പോലും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ Q&A ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനും കൂടി ഒരു മറുപടി എടുത്താലോ? 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റിന് ശേഷം ഹെയർ ഡൈ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഹെയർ ഡൈസ് പൊതുവെ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഡൈസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഡൈ ആയിട്ട് യൂസ് ചെയ്യുമ്പം എനിക്ക് 2 വിഷയങ്ങളാണ്. ഒന്ന്, നോർമലായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഹെയറും പെട്ടെന്ന് വൈറ്റ് ആവാൻ ചാൻസ് ഉള്ളതാണ്. ഹെയർ ഫോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. സ്കിൻ അലർജീസ് വരാനും ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിലും ഡൈ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ, കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീക്വൻസി ഡിലേ ആക്കുക. അത് ഇപ്പോൾ ചിലപ്പം വീക്ക്ലി വൺസ്, ഒരു 15 days വൺസ് ഒക്കെ ചെയ്യുന്നത് മന്ത്ലി വൺസ് ആയിട്ട് കുറയ്ക്കുക. കുറച്ചും കൂടി ഡിലേ ആക്കി ചെയ്താൽ മതി. പറ്റുന്നവരെ നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുക. ഈ മൈലാഞ്ചും നീലാംബരി അങ്ങനത്തെ യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് പ്രോപ്പർ ബ്ലാക്ക് കിട്ടില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് മറ്റു മുടികൾക്ക് പ്രശ്നം വരില്ല. ചെയ്യാൻ പാടില്ല എന്നില്ല, പക്ഷെ കുറയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ
ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിനോക്സിഡിൽ PRP GFC ഇതൊന്നും എടുത്തിട്ടില്ലെങ്കിൽ മുടി വളരില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ചെയ്യാത്ത മുടിയാണെങ്കിലും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് PRP GFC മിനോക്സിലൊക്കെയാണ്. അത് പുതിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല, എക്സിസ്റ്റിംഗ് ഹെയറിനെ കുറച്ച് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എനിക്ക് മുടി വളർന്നതിന് ശേഷം പിന്നെ ഒരു ഹെയർ ഫോളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഹെയർ ഒക്കെ ഫോൾ ആവുകയാണെങ്കിൽ അത് എനിക്ക് യൂസ് ചെയ്യാം PRP GFC ഒക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് 3 PRP പറയുന്നില്ലേ, അതിനുശേഷം കണ്ടിന്യൂസ് എടുക്കണോ അതോ ഗ്യാപ്പ്? ഫോൾ ഡിപ്പെൻസ്. എനിക്ക് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക, കൊഴിച്ചില്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഹെൽത്തി ആണ്, അത് ഹെയർ ഫോള് പുറമേ നിന്ന് മാത്രമായിട്ട് അഫക്റ്റ് ആവില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ കാരണം, ഷാമ്പു കാരണം, ഡൈസ് മാത്രമായിട്ട് അങ്ങനെ ഫോളോ ആവില്ല. എൻ്റെ ഇൻറ്റേർണൽ ഹെൽത്തും കൂടി മാറ്ററാണ്. ഞാൻ ഫുഡ് ശരിയായിട്ടില്ല, ഉറക്കം മോശമാണ്, എനിക്ക് സ്ട്രെസ്സ് കൂടുതലുണ്ട്, ചിലപ്പോൾ ആൽക്കഹോൾ സ്മോക്കിംഗ് കൂടുതലായിട്ട് എടുക്കുകയാണ്, അങ്ങനെ ബോഡി ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു, ഇതെല്ലാം കൂടി ഹെയർ ഫോൾ ക്രിയേറ്റ് ആവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഫോൾ ആവുകയാണെങ്കിൽ എനിക്ക് എപ്പോഴൊക്കെ ഫോൾ ആവും ആ സമയത്ത് എനിക്ക് ട്രീറ്റ് ചെയ്താൽ മതി. ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹെൽത്ത് വീണ്ടും മോശമായാലേ എനിക്ക് വീണ്ടും ഹെയർ ഫോളൊക്കെ വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇത് PRP എടുത്താൽ ക്ലിയർ ആവുമോ? PRP എടുത്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ പുതിയ ഹെയർ ഫോം ആവില്ല. PRP GFC മിനോക്സിലൊക്കെ എനിക്ക് പുതിയ റൂട്ട്സ് ഫോം ആവില്ല. എക്സിസ്റ്റിംഗ് ഉള്ള ഹെയറിന് എനിക്ക് എൻ്റെ ക്വാളിറ്റി വൈസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൗണ്ട് സെയിം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അതെ, ഒരു മെയിൻ്റനൻസ് തെറപ്പി പോലെയാണ്. ഇപ്പം എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, എനിക്ക് PRP GFC ചെയ്യാൻ പോസിബിൾ അല്ല, ഞാൻ പുറത്താണ്, എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എനിക്കൊരു പോസിബിൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ മിനോക്സിലോ അല്ലെങ്കിൽ സിറമോലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ മിനോക്സിൽ ലോങ് ടേം എടുക്കണം, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, നിർത്തിയാൽ കൊഴിയും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് മിനോക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ നാട്ടിലാണ്, അല്ലെങ്കിൽ ഞാൻ അടുത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പോസിബിൾ ആണെങ്കിൽ എനിക്ക് മിനോക്സിൽ കമ്പൽഷൻ അല്ല. ഇപ്പോൾ മിനോക്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് എത്ര മാസം എടുക്കണം, അത് എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് വരണം, അങ്ങനത്തെ ഒരു മാസങ്ങളല്ല, ലോങ് ടേം ആണ്. അത് ലോങ് ടേം ആണ്. പറ്റുന്നവരത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുന്നല്ല, നിർത്തിയാൽ തന്നെ എനിക്ക് വീണ്ടും ഹെയർ ലോസ് വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടറിനെ എപ്പോഴൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, ഡോക്ടർ ഏതൊക്കെ സമയത്ത് ക്ലിനിക്കിൽ ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് Monday to Saturday മോർണിംഗ് 10 to ഈവനിങ് 5 വരെ കൺസൾട്ടിങ് അവൈലബിൾ ആണ്. സൺഡേസിൽ മോർണിംഗ് 10 to 1 വരെ ഉണ്ട്. അതിപ്പോൾ ഈ നമ്പർ കൊടുക്കുകയാണെങ്കിൽ റിസപ്ഷനിലാണ് കിട്ടുക, മാമിനാണ് കിട്ടുക? 2-3 നമ്പേഴ്സ് ഉണ്ട്. റിസപ്ഷൻ നമ്പർ വേറെയാണ്, ഇതിൻ്റെ നമ്പർ വേറെയാണ്. ഞാൻ അത് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം. നമ്പർ വീഡിയോയിൽ കൊടുത്താൽ 7299939992 കൊടുക്കുക. അതെ, അത് എൻ്റെ കയ്യിലുണ്ട്. അത് പോസ്റ്റ് പ്രൊസീജിയറിന് ശേഷം ഫോട്ടോസ് നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ നമ്പറാണ്, ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നോട് തന്നെ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ ഷാബിനൊക്കെ റിസൾട്ട് വ്യത്യസ്തമാണ്, അതുപോലെ നമുക്ക് അത്രയും വന്നിട്ടില്ല ചെയ്തിട്ട്, അപ്പോൾ അത് ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ എന്തായിരിക്കും അങ്ങനെ പലർക്കും പല റിസൾട്ട് വരാനുള്ളൊരു കാരണം? എല്ലാവർക്കും തല ഓരോരുപോലെയല്ലേ. എനിക്ക് ബാക്ക് സൈഡിലെ ഡോണറിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് റിസൾട്ട് വരുള്ളൂ. എനിക്ക് 2 കാര്യം, ഒന്നും ഈ ചുളിയുടെ ഭാഗത്ത് ക്രൗൺ ഭാഗത്തു നിന്ന് ഒരുപാട് ഇറങ്ങി എക്സ്റ്റെൻഡഡ് ക്രൗൺ ആണ്, അപ്പോൾ എനിക്ക് ഡോണർ ഏരിയ കുറച്ചേ ഉള്ളെന്നാവും. എനിക്ക് പക്ഷേ ബാലൻസ് കൂടുതലെല്ലാകുമ്പോൾ എനിക്ക് പറ്റുന്നവരെ ഗ്രാഫ്റ്റ്സ് എടുത്തിട്ട് എനിക്ക് ഒരുപാട് ഡെൻസ് ആയിട്ടും വെക്കാൻ പറ്റും. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പോർഷനേ കവർ ആവുള്ളൂ, ബാക്കി കുറേ സ്പേസ് നമുക്ക് ബാൾഡായിട്ട് തോന്നിക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അത് കാരണം അങ്ങനെയുള്ളവർക്ക് കുറച്ച് മീഡിയം, നമ്മൾ വെക്കുമ്പോൾ തന്നെ ഒരു മീഡിയം ആയിട്ടായിരിക്കും വെക്കുന്നത്, അധികം ഡെൻസ് ആക്കില്ല. മീഡിയമായി ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്പേസ് ഒന്ന് കവറായി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആണല്ലോ, അങ്ങനെ വെക്കും. പക്ഷെ അവർക്ക് നമ്മൾ മുൻപേ പറയും, നിങ്ങൾക്ക് ഡോണർ ഇങ്ങനെയാണ്, മീഡിയമായിട്ടേ വെക്കുള്ളൂ, ഡെൻസിറ്റി ഇത്രേ വരുള്ളൂ, നമുക്ക് ആദ്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ചില ആൾക്കാർക്ക് ബാക്ക് സൈഡിൽ എടുക്കുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു റൂട്ടിൽ 1 മുതൽ 5 വരെയ്ക്ക് ഫോളിക്കിൾസ് ഇങ്ങനെ മാറ്റി ഉണ്ടായിരിക്കും. എല്ലാവർക്കും സെയിം നമ്പർ ഓഫ് ഫോളിക്കിൾസ് ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഓരോ റൂട്ടിൽ 2 ഉണ്ടാവും, പിന്നെ 4, പിന്നെ 3, അങ്ങനെ മാറ്റം ഉണ്ടാവും. അപ്പോൾ എടുക്കുന്ന മുടിയുടെ ക്വാളിറ്റി എങ്ങനെയാണോ അതിൻ്റെ ഡിപ്പെൻസാണ് എനിക്ക് ഡെൻസിറ്റി വരുന്നത്. ഇപ്പോൾ എനിക്കുന്ന എല്ലാ റൂട്ടിലും 4 അല്ലെങ്കിൽ 5 മുടിയാണെങ്കിൽ നല്ല തിക്കായിരിക്കും. 2 1 മാത്രമാണെങ്കിൽ എനിക്ക് ആ തിക്നെസ് ഉണ്ടാവില്ല. ആ ഒരു ഡിപ്പെൻസാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ എന്നെയും സഫാനും ചെയ്ത സെയിം ആൾ തന്നെയാണോ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ വേറെ ആൾക്കാർ തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ റിസൾട്ടിൽ മാറ്റമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്? റിസൾട്ടിൻ്റെ മാറ്റമില്ല. റിസൾട്ട്സ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട്സ് എപ്പോഴും നമ്മുടെ ബാക്ക് സൈഡിൽ ഡോണറിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എങ്ങനെയാണോ അത് ബേസ്ഡാണ് റിസൾട്ട്സ്. പിന്നെ റിസൾട്ട്സ് വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഡിപ്പെൻസ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫോളോ ആവില്ല, 10 വർഷം 15 വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറയാം. അതൊക്കെ വെറുതെയാണ്. കാരണം അത് നാച്ചുറൽ ഹെയറേ ഉള്ളൂ, സ്ഥലം മാറ്റി വെക്കുന്നേ ഉള്ളൂ, ഒരിക്കലും ഫോൾ ആവുകയേ ഇല്ല. അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ നിൽക്കുന്നില്ല. നമ്മൾ എങ്ങനെ ഹാബിറ്റ്സ് വൈസ്, ഇപ്പോൾ എൻ്റെ ഫുഡ് ശരിയാണ്, ഉറക്കം മോശമല്ല, ഞാൻ എൻ്റെ ഹാബിറ്റ്സ് വൈസ് ആൽക്കഹോൾ സ്മോക്കിംഗ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സ്കാൽപ്പ് എപ്പോഴും ക്ലീനായി യൂസ് ചെയ്യാറുണ്ട്, പ്രോഡക്ട്സ് കെമിക്കൽസ് അധികം ഉപയോഗിക്കുന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ് തന്നെ ഒന്നും വന്നിട്ടില്ല, അങ്ങനെയൊക്കെ ആകുമ്പം എനിക്ക് മുടി നല്ലതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ആവും. അപ്പം പറഞ്ഞ റീസൺസ് എന്തെങ്കിലും മോശമായി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഹെയർ ഫോൾ വരുന്ന സമയത്ത് ഞാൻ ട്രീറ്റ് ചെയ്യാം. ഞാൻ ആ സമയത്തും ട്രീറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഹെൽത്ത് മോശമായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ലോസ് ആവും.
ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണെങ്കിലും കൊഴിയും, ഒരിക്കലും ഫോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സോ റിസൾട്ട്സ് അവരുടെ ഡോണറിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ബേസ്ഡ് ആണ്. അത് എത്ര നാൾ മെയിൻറ്റെയിൻ ആവുന്നുള്ളത് നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഡിപ്പെൻസ്. ഫോളോ ആവുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ലോസ് പിന്നെയും വരും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇത് സമാപനമാണ് ഇവിടെ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മളെ GFC കഴിഞ്ഞു. പിന്നെ മാമിനോട് അത്യാവശ്യം ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അവരെന്നെ പറയുമ്പോൾ പിന്നെ നമുക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. ഏതായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സ്കിന്നിന്റെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ സ്കിൻ ഡോക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ശരിയാണ്. ഇപ്പോൾ സ്കിൻ ആയിട്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഒക്കെ കറുത്തു കൊണ്ടുവരാണ്ട് സ്കിന്നിന് സാധനമൊക്കെ വാങ്ങി പോയിക്കണ്. ഇല്ല ഇതൊക്കെ വാങ്ങി. ഇത് വരണം. സൺസ്ക്രീനും പിന്നെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് നോക്കിക്കോട്ടെ. നമ്മൾ സ്കിന്ന് പീലിങ് ചെയ്താണ് ഞാൻ കഴിഞ്ഞവരൊക്കെ. അപ്പോൾ സംഭവം നല്ല മെച്ചുണ്ട്, നല്ല മാറ്റം മുഖത്തുണ്ട്, തെളിച്ചൊക്കെ ഉണ്ടാവും. അതും കൺസൾട്ട് ചെയ്യാം. അവിടുത്തെ നമ്പർ തന്നെ വിളിച്ചാൽ നമ്പർ ഞാൻ കഴിഞ്ഞതിൽ കൊടുത്തില്ല, അത് വിളിച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് പോയെന്നല്ലേ, പോയിട്ട് ബൈ ബൈ ബൈ, സി യു.